ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സർക്കിളിനെ സെൻറ്ററിലൂടെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 90 ഡിഗ്രി പോയിൻ്റ് മാർക്ക് ചെയ്ത് ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ 4 പോർഷൻസിനെ വീണ്ടും 45 ഡിഗ്രിയിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വീണ്ടും ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഒരു സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ലൈൻസ് വരച്ച് ഇതിനകത്തൊരു സ്ക്വയർ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ മറ്റൊരു സ്ക്വയറും കൂടി ഇതിനകത്ത് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കളർ പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈൻസ് മാത്രം വരച്ചെടുക്കാം. ഇതാദ്യം സെൻറ്ററിലുള്ള ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇത്ര പോർഷൻ മാത്രം, വേണ്ട ഭാഗം മാത്രം കളർ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈനും അതിൻ്റെ താഴെ ചെറിയൊരു ലൈനും, ഇതുപോലെ തന്നെ 4 ഭാഗത്തും കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ വരച്ചെടുത്ത 2 സ്ക്വയേഴ്സിൽ ഒരു സ്ക്വയറിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കളർ പെൻ ഉപയോഗിച്ചിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്ക്വയർ ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കളർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനും, ഇതുപോലെ തന്നെ ബാക്കി 3 ഭാഗത്തും കൂടി വരച്ചെടുക്കുക. വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം എറൈസ് ചെയ്തെടുക്കുക. പെൻസിൽ കൊണ്ട് വരച്ചെടുത്ത അതിനകത്തുള്ള ലൈൻസൊക്കെ എറൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആദ്യം മറ്റേ സർക്കിളും കൂടെ കളർ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മൾ വരച്ച് കഴിഞ്ഞുകൊണ്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഞാൻ ഗ്രീൻ കളറ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റിയൊരു ജോമെട്രിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.